എൻ്റെ മോനെ 2 ഫ്ലൈറ്റാണ് കേട്ടോ ലാൻഡ് ചെയ്തത്. കണ്ടില്ല നിങ്ങൾ? ഈ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റുകൾ ഇപ്പോൾ ഇവിടുന്ന് പൊന്തും. അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അതും ഇത്ര തൊട്ടടുത്തുനിന്ന് വിമാനത്താവളത്തിൻ്റെ ഉള്ളും വിമാനമൊക്കെ കാണാൻ പറ്റുക പറഞ്ഞാൽ എന്താ രസം. പൊന്നു മക്കളെ, ഇവിടെ ഒന്നും വന്നു നോക്കിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ആർക്കും ഇവിടെ അറിയില്ലല്ലേ എവിടെയെന്നുള്ളത്. ഞങ്ങളും സത്യം പറഞ്ഞാൽ ഇവിടെ ചാടി കടന്നൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്താ രസം എന്ന് പറയാം. ഒരുപാട് ആൾക്കാർ കാണാനും വന്നിട്ടുണ്ട് കേട്ടോ. ഏതായാലും വിമാനം പൊന്തുന്നത് വരെ കാത്തുനിന്നു എന്നുള്ളതാണ്. ഇതൊന്നും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് ഷെയറൊക്കെ ചെയ്താൽ വിശദീകരിച്ച് എന്താന്നുള്ളത് പറഞ്ഞു തരാം ചങ്കളെ. ഹലോ ചങ്കളെ, എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിമേളാണ് ചങ്കളെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ യാത്ര എവിടേക്കാരങ്ങളെ ഒരു ഗംഭീരമായ ലൊക്കേഷൻ നിങ്ങളെ കാണിക്കാനാണ്. പ്രത്യേകിച്ച് വിമാനം തൊട്ടടുത്ത് കാണാനും അതിൽ കയറാനൊക്കെ ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടല്ലേ? നമുക്ക് കയറാനുള്ള ഭാഗ്യമില്ലെങ്കിൽ തൊട്ടടുത്ത് കാണാനെങ്കിലും ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിലോ. പ്രത്യേകിച്ച് ആ ലൊക്കേഷൻ ആർക്കും അറിയുന്നുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കരിപ്പൂർ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചത് വേറൊന്നും കൊണ്ട് അല്ല, മലപ്പുറം ജില്ലയ്ക്ക് പുറത്തു നിന്നും ഈ മലപ്പുറം ജില്ലയിലുള്ളവരൊക്കെ അവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ലാൻഡ് ചെയ്യുന്നല്ലേ. അപ്പോൾ അവിടെ അടയ്ക്കാൻ പോവുകയാണ്, റൺവേ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 ലക്ഷം പേരിലേക്കാണ് ആ വീഡിയോ എത്തിയത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരിലേക്ക് അത് എനിക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അവിടെ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ അറിയിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് നിന്ന് കാണാൻ വേറെ വല്ല മാർഗ്ഗം ഉണ്ടോയെന്ന്. അപ്പോൾ ഏതായാലും നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കണ്ടത്. ഇനി നിങ്ങൾക്ക് വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ വിമാനം കൃത്യമായിട്ട് പൊന്തുന്ന സ്ഥലം വരെ കൃത്യമായിട്ട് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. വിമാനത്താവളത്തിൻ്റെ വ്യൂ ഏകദേശം നല്ല ലൈവായിട്ട് കാണാനുള്ള യാത്രയിലാണ് ഞാനും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. കാരണം കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ആ ഒരു ലാൻഡിങ്ങിൻ്റെ സ്ഥലം കാണിച്ചപ്പോഴാണ് എനിക്ക് ഇതിലേറെ കൂടുതൽ കാണാൻ പറ്റുന്ന ഒരാൾ പറഞ്ഞപ്പോൾ ഞാനും സംഭവം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നതായിരുന്നു. വന്നപ്പോൾ ഞാൻ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. ഇതിലും അടുത്ത് ഇനി എങ്ങനെ കാണാനാണ് വിമാനത്താവളം അല്ലേ? വിമാനവും വിമാനത്താവളവും ഒരു രക്ഷയില്ലാണ്ടൊക്കെയാണ്. നിങ്ങൾ നല്ല സൂമിങ് ഉള്ള ക്യാമറ ആയിട്ട് വന്നാണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല മൊബൈലാണെങ്കിൽ അത്യാവശ്യം സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഈവനിങ് സമയത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് കുറേ നേരം വെയിറ്റും ചെയ്തിട്ടോ. വെയിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടേ മതിയാകുമെന്ന്, ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് പോകുന്നത് കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഈവനിങ് സമയത്ത് ഫ്ലൈറ്റ് കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞു. എന്തായാലും വെയിറ്റ് ചെയ്ത് അവസാനം എയർപോർട്ടിലെ ലൈറ്റും സംവിധാനങ്ങളൊക്കെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇതിലൂടെ അങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടുത്തേക്ക് കാണാം. അതാ നിൽക്കുന്ന കുറേ പിള്ളേർ അവിടെ കയറിക്കുന്ന കാണുന്നില്ലേ? അവിടെ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് റൺവേൻ്റെ തൊട്ടടുത്താണത്. അവിടെ നിന്ന് നേരെ വിമാനം പൊന്തുന്ന കറക്റ്റ് വ്യൂ കിട്ടും. പക്ഷെ നമ്മൾ അത്ര അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇവിടെ തന്നെ നിന്നാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈവനിങ് സമയം എന്താ പറയുക, ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൻ്റെ നൈറ്റ് വൈബും കൂടി നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഏകദേശം ഒരു 7:30 മണിക്കാണ് കേട്ടോ വിമാനം വന്നത്. അതുവരെ ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളിതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും കൂടുതൽ ഇവിടേക്ക് വരാനുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാം ഞാൻ ഒപ്പിയെടുത്തിട്ടുള്ളത്. അവസാനം വൈഫും പറഞ്ഞു തുടങ്ങി, എന്താ ഇപ്പോൾ ചെയ്യുക, നമ്മൾ കാത്തിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാത്തിക്കാന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ആവേശത്തിലങ്ങനെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ കൂട്ടുകാരോടൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈഫും കുറേ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഫ്ലൈറ്റും കണ്ടുപോയത്. ആ ഫ്ലൈറ്റ് പൊന്തുന്ന ആ ഒരു ദൃശ്യമാണ് ഞങ്ങൾ കാണുന്നത്.